സാലറി കുറവായതുകൊണ്ടാണോ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നത്? സമ്പന്നർ കൂടുതൽ സ്മാർട്ട് ആയതുകൊണ്ടാണോ അവർ കൂടുതൽ സമ്പത്തുണ്ടാക്കിയത്? ഒരിക്കലുമല്ല. അവർ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ സാധാരണക്കാർ ചിന്തിക്കുന്ന പോലെ അല്ല ചിന്തിക്കുന്നത്. അതാണ് വ്യത്യാസം. ഈ വീഡിയോയിലൂടെ സമ്പത്തിൻ്റെ മനഃശാസ്ത്രം, അതല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നതിൻ്റെ മനഃശാസ്ത്രം അതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുവഴി നിങ്ങൾക്കും സമ്പത്തുണ്ടാക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷനാണ്. പല ആൾക്കാർക്കും പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പേടിയായിരിക്കാം. പണം ഉണ്ടാക്കുന്നത് തെറ്റാണ്, അത് കുറ്റബോധം ഉണ്ടാക്കുന്നു ചില ആൾക്കാരിൽ. അയ്യോ, പണത്തിനോടുള്ള ഒരു ആർത്തി എന്നൊക്കെ പറയുന്നത് അത് ശരിയല്ല, അത് നല്ലതല്ല. ചില ആൾക്കാർക്ക് ഓവറായിട്ട് പണം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പണം ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് നാണക്കേടായിട്ട് തോന്നുന്ന ഒരവസ്ഥയുണ്ട്. ചില ആൾക്കാർക്ക് പണമുണ്ട് എന്ന് പറയുന്നത് അഭിമാനമായിട്ട് കണക്കാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് അത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു സാധനമാണ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത്, ഇമോഷൻ എന്ന് പറയുന്നത് ഈ പണം ഉണ്ടാക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഈ പണം ഉണ്ടാക്കുന്നത് ഈ ഇമോഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഇമോഷനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പണം ഉണ്ടാക്കാനുള്ള കഴിവിനെ ഈ പറയുന്ന വികാരങ്ങൾ, ഇമോഷൻസ് മാനേജ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ കുട്ടിക്കാലത്ത് പലതരത്തിലുള്ള കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ പണം എന്ന് പറയുന്നത് മരത്തുമ്മ കായ്ക്കുന്ന സാധനമല്ല എന്നൊക്കെ നിങ്ങൾക്ക് പല ആൾക്കാരും, നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതേപോലെയുള്ള ഒന്നാണ് ഈ സമ്പന്നർ എന്ന് പറയുന്നതൊക്കെ അത്യാഗ്രഹികളാണ്, അവർ പണത്തിൻ്റെ പിന്നാലെ ഓടുന്നവരാണ്, അവരെപ്പോലെ നമ്മൾ ഒരിക്കലും ആകരുത് എന്നെല്ലാം നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ എന്താണോ കേൾക്കുന്നത് ഇതാണ് നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുന്നത്. അതാണ് നിങ്ങളിൽ പിന്നെ പണത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് സൃഷ്ടിക്കുന്നത്. അതോടുകൂടി വലുതായി കഴിഞ്ഞ് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുകയാണ്, ഇത്രയും മാത്രമേ ഞാൻ ഉണ്ടാക്കാവൂ, ഇതിൽ കൂടുതൽ ഞാൻ ഉണ്ടാക്കാൻ പോകരുത്. നിങ്ങളുടെ തന്നെ ഇൻകത്തിന് നിങ്ങളൊരു സീലിംഗ് വെക്കുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല, അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അത് നമ്മളായിട്ട് മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അതങ്ങനെ തന്നെ തുടരും. കുട്ടിക്കാലത്തെ പല ഓർമ്മകളും പഠിച്ച പല കാര്യങ്ങളുമാണ് പിൽക്കാലത്ത് നമ്മളെ നിയന്ത്രിക്കുന്നത്. പല ആൾക്കാർക്കും പരാജയത്തെക്കുറിച്ചിട്ട് സംസാരിക്കാനും വാതോരാതെ സംസാരിക്കാനൊക്കെ വളരെയധികം ഇഷ്ടമാണ്. ഈ തോൽവി എന്ന് പറയുന്നത് വിജയത്തിൻ്റെ പടികളാണ്, ഇത് ചവിട്ടിക്കഴിഞ്ഞാലേ വിജയത്തിലേക്ക് എത്തുള്ളൂ എന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. പക്ഷേ പല ആൾക്കാരും പറയാത്തൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ആരുടെ അടുത്തും തുറന്നു പറയാത്തൊരു കാര്യമുണ്ട്, പക്ഷെ ഉള്ളതാണ്. ചില ആൾക്കാരൊക്കെ വിജയത്തെയും പേടിക്കുന്നുണ്ട്. അതായത് നല്ലോണം സമ്പത്തുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരികയാണ്, പിന്നെ നമുക്ക് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യം വരികയാണ്, മറ്റുള്ളവർ നമ്മുടെ അടുത്ത് പണം ചോദിക്കും എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചാരിറ്റി ചെയ്യണം എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നുണ്ട്, പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ ഈ പണം വരുന്നതിൻ്റെ കൂടെ, നല്ല രീതിയിൽ സമ്പത്ത് വരുന്നതിൻ്റെ കൂടെ വരുന്ന ഉപോൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്ത് തലയിൽ വെക്കാൻ വയ്യ. അതായത് ഇതിൻ്റെ ഭാരം കൂടി താങ്ങാൻ വയ്യാത്തത് കൊണ്ട് എനിക്കിനി പണം ഉണ്ടാക്കണ്ട. അപ്പോൾ ആരും എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാൻ വരില്ലല്ലോ, എനിക്കൊരു ബാധ്യതയില്ലല്ലോ, എനിക്കിങ്ങനെ അങ്ങ് ജീവിച്ച് പോയാൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്ത അങ്ങനെയുള്ളവരുണ്ട്. അതായത് വിജയത്തെയും ഭയക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അല്ലാതെ പരാജയത്തെ മാത്രം പേടിക്കുന്നവരല്ല, വിജയത്തെയും പേടിക്കുന്ന ആൾക്കാരുണ്ട്. വിജയത്തിൻ്റെ കൂടെ വരുന്ന ഇത്തരം ബാധ്യതകളെ ഭയക്കുന്നവരുണ്ട്. പല ആൾക്കാരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ദാരിദ്ര്യം മാത്രമേ അവർ പറയുള്ളൂ. എന്ത് പറഞ്ഞു തുടങ്ങിയാലും ശരി, എങ്ങനെ പോകുന്നു, അങ്ങനെയൊക്കെ പോകുന്നു, ബിസിനസ് എങ്ങനെയൊക്കെ, അങ്ങനെയൊക്കെ പോകുന്നു, വലിയ കാര്യമൊന്നുമില്ല, പ്രോഫിറ്റൊന്നുമില്ല. എല്ലാറ്റിനും ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റാണ്. അതായത് എല്ലാറ്റിനെയും വില കുറച്ച് കാണുക, തരം താഴ്ത്തി കാണുക എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലാണ് പലപ്പോഴും വിജയിക്കാൻ അത് ഗുണം ചെയ്യുള്ളൂ. ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ കിടക്കുകയുള്ളൂ. ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ദാരിദ്ര്യം, ഒരു ഇത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും സേഫായിട്ട് കളിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. പ്രശ്നം എന്താണെന്നറിയോ, സേഫായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് വിജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് റിസ്ക് എടുക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും വിജയിക്കാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ അവർക്കാണ് പോസിബിലിറ്റി കൂടുതലുള്ളത്. കുറഞ്ഞ പക്ഷം കാൽക്കുലേറ്റഡ് റിസ്ക് എങ്കിലും എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് വിജയം പറഞ്ഞിട്ടുള്ളൂ. നമ്മളുടെ വരുമാനം ബഹുഭൂരിപക്ഷവും വരുന്നത് ഈ കംഫർട്ട് സോണിനകത്ത് നിന്നല്ല, അതായത് കംഫർട്ട് സോണിൻ്റെ പുറത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ അൺകംഫർട്ടബിൾ ആവാൻ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റില്ല. കംഫർട്ട് സോണിനകത്ത് നിന്നാണ് നമുക്ക് ഈ വരുന്ന സമ്പാദ്യവും നമുക്ക് കൂടുതൽ സമ്പത്തുണ്ടാക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും സമ്പത്തുണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാൽ അങ്ങനെയല്ലല്ലോ.
വളരെ മൈനോറിറ്റി ഒരു ഗ്രൂപ്പ് മാത്രമാണല്ലോ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ സമ്പത്ത് വരുന്നത് ഒരിക്കലും കംഫർട്ട് സോണിൻ്റെ ഉള്ളിൽ നിന്നല്ല. നിങ്ങൾ കൂടുതൽ പഠിക്കാൻ തയ്യാറാവണം, കൂടുതൽ സ്കില്ലുകൾ നേടാൻ തയ്യാറാവണം. വിൽപ്പന, സെയിൽസ് അത് മനസ്സിലാക്കണം, അത് കൂടുതൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങളുടെ കയ്യിലുള്ള ഒരു കഴിവാണെങ്കിലും ഒരു ടാലൻറ്റ്, ഒരു സ്കില്ല് എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് വിറ്റ് പൈസ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് എന്ന് പറയുന്ന ഒരു സ്കില്ല് വേണം. മറ്റുള്ളവരുടെ പോക്കറ്റത്തെ പൈസ നിങ്ങളുടെ പോക്കറ്റിലേക്ക് എത്തിക്കാൻ ഒരു സെയിൽസ് എന്ന് പറയുന്ന സ്കില്ല് വേണം. നിങ്ങളുടെ ഈ അൺകംഫർട്ടബിൾ ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥയാണ് നിങ്ങളുണ്ടാക്കുന്ന വലിയ ഇൻകത്തിന് കൊടുക്കുന്ന ഒരു വില. പല ആൾക്കാരെയും നമ്മൾ ഓഫീസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് സാലറി കൂട്ടി ചോദിക്കാനൊക്കെ ഭയങ്കര പേടിയായിരിക്കും. അതായത് ഞാൻ അതിന് മാത്രം ഒന്നും പെർഫോം ചെയ്യുന്നില്ല, എനിക്ക് അതിന് മാത്രം ഒന്നും സ്കില്ലില്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെന്താ ചിന്തിക്കുന്നത്, കുറച്ചും കൂടി ഞാനൊന്ന് എക്സ്പീരിയൻസ് ആയതിനു ശേഷം, കുറച്ചും കൂടി ഞാനൊന്ന് എക്സ്പെർട്ട് ആയതിനു ശേഷം ഞാൻ സാലറി കൂട്ടി ചോദിക്കാം. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് കൂടുതൽ സാലറി കൂട്ടി ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നുക? നിങ്ങൾക്ക് തോന്നില്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് കാരണം. ഇപ്പോൾ തുടക്കത്തിലാണെങ്കിൽ ഓക്കെ, 2, 3, 5 വർഷം കഴിഞ്ഞതിന് ശേഷം പോലും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ചിന്തിച്ച് നോക്കി, എത്ര പരിതാപകരമായിരിക്കും. നമുക്കൊരു വില ഉണ്ടാകണം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു സെൽഫ് വർത്ത് വേണം. നിങ്ങളുടെ സെൽഫ് വർത്ത് തന്നെയാണ് നിങ്ങളുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വില ഇടുന്നുണ്ട്, എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്, അത് തന്നെയാണ് നിങ്ങളുടെ നെറ്റ് വർത്തായിട്ട് മാറുന്നത്. നിങ്ങളുടെ ഒരു സർവീസ്, നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ്, ഇതിനൊക്കെ വാല്യൂ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു സെൽഫ് വർത്താണ്. നിങ്ങൾ തന്നെ വില കുറച്ച് കാണുകയാണെങ്കിൽ നിങ്ങളുടെ നെറ്റ് വർത്തും ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക. മണി ഫോളോസ് കോൺഫിഡൻസ്, നോട്ട് കോമ്പറ്റൻസ് എലോൺ. പല ആൾക്കാരും ചിന്തിക്കുന്നത് നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല, നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം, റിസ്ക് എടുക്കുകയേ ചെയ്യരുത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ എങ്ങനെ സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജോലി ചെയ്യുന്നത്. അന്നത്തെ ജീവിതം അല്ലെങ്കിൽ ആ മാസത്തെ ജീവിതം കഴിഞ്ഞു പോകണം, അത്ര മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു ധാരണ ഉണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ സമയം വിറ്റുകൊണ്ടാണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് സാലറി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയൊക്കെ ഒന്ന് മാറ്റുക. പിന്നെ കടത്തെ ഭയക്കുന്നുണ്ട്, അതും ഒന്ന് ഒഴിവാക്കുക. കടം നല്ലതാണ്, നല്ല രീതിയിൽ എടുത്തത് ഉപയോഗിക്കാൻ അറിയാവുന്നവരുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ കടത്തെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ പ്രോഫിറ്റിനെ പേടിക്കുന്ന ആൾക്കാരുണ്ട്, റിജക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത്രയും ലാഭത്തിനൊക്കെ ഞാനത് മറിച്ച് വിൽക്കുക എന്ന് പറയണത് മോശമല്ലേ, അതൊരു ന്യായമുള്ള കാര്യമാണോ, അതൊരു ചെറ്റത്തരമല്ലേ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ, ഒരു മാന്യമായ വിലക്കല്ലേ നമ്മൾ വെക്കാൻ പാടൂ എന്നുള്ളതൊക്കെ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ കുറേ ചിന്തകളുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. മിഡിൽ ക്ലാസ് അങ്ങനെ കുറേ ചിന്തകൾ പ്രോഗ്രാംഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഉള്ളിനകത്ത്. അത് വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. പല ആൾക്കാരും ഒരു പരിപാടിക്ക് ഇറങ്ങണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ഇറങ്ങണതിൻ്റെ കുറച്ച് മുമ്പായിട്ട് വിചാരിക്കും പിന്നെ ചെയ്യാം. ഒരു സെയിൽസ് കോൾ ചെയ്യണമെങ്കിൽ പിന്നെ ചെയ്യാം. ഒരാൾക്ക് കൊട്ടേഷൻ അയച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സർവീസോ പ്രൊഡക്റ്റ് എന്തോ വാങ്ങാനായിട്ട് വരുന്ന ഒരാൾക്ക് കൊട്ടേഷൻ അയച്ചു കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് പിന്നെ നമുക്ക് അയക്കാം. അതായത് നമ്മൾ റെഡി അല്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരികയാണ്. നമ്മൾ പോരാ, നമ്മൾ റെഡി അല്ല, കുറച്ചും കൂടി സമയം വേണം, കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നതിന് ശേഷം മാത്രം ഞാൻ ഇറങ്ങിയാൽ പോരെ, എടുത്ത് ചാടിപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് കുളമാക്കണം മൊത്തത്തിൽ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയുണ്ട്. നമ്മളെ തന്നെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു തെറ്റാണ്. നമ്മുടെ വളർച്ച മുരടിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണെന്നുള്ളതാണ് സത്യം. ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നേ പറ്റൂ. നിങ്ങൾ പെർഫെക്റ്റ് അല്ല, നിങ്ങൾ റെഡിയല്ല, നിങ്ങൾ ഇനിയും തയ്യാറാവാനുണ്ട്, നിങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവിടെ ഇരിക്കുകയേ ഉണ്ടാവുള്ളൂ. കാരണം ഒരു കാലത്തും ഒന്നും മുഴുവനായിട്ട് പഠിച്ചു കഴിയില്ല. സത്യമല്ലേ? ഈ വെൽത്ത് ഉണ്ടാക്കുക എന്ന് പറയുകയാണെങ്കിൽ അവിടെ കുറച്ച് റിസ്ക് ഉറപ്പായിട്ടും വരും. റിസ്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിന് നിങ്ങൾ പുതിയ സ്കില്ലുകൾ പഠിക്കേണ്ടി വരും, നിങ്ങൾ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കേണ്ടി വരും, പുതിയ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടി വരും. അവിടെയൊക്കെ റിസ്ക് ഉണ്ട്. എന്നാൽ പല ആൾക്കാരും ചിന്തിക്കുന്നത് എന്താ, കംഫർട്ടബിൾ ആയിരിക്കണം, സെക്യൂർഡ് ആയിട്ടിരിക്കണം. അതിനാണെങ്കിൽ സെക്യൂർഡ് ആയിട്ടുള്ളൊരു ജോബ് വേണം. അപ്പോൾ ജോബ് സെക്യൂർഡായി, സാലറി കൺസിസ്റ്റൻ്റ് ആയിട്ട് വരും, അപ്പോൾ അതും സെക്യൂർഡായി. അങ്ങനെ ആകുമ്പോൾ എന്താണ്, നോ സർപ്രൈസസ്. ആസ് യൂഷ്വൽ എല്ലാ മാസവും വരുന്നത് എന്താണോ, എല്ലാ മാസവും നടക്കുന്നത് എന്തോ അതങ്ങനെ നടന്നു പോകും. പ്രത്യേകിച്ച് അവിടെ ഒരു അതിശയിക്കാവുന്ന ഒന്നും അവിടെ വരാൻ പോകുന്നില്ല. എന്നാൽ ബിസിനസ് ആണെങ്കിലോ ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങളുടെ ഒരു ലോങ് ടൈം ഫ്രീഡം എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഫ്രീഡത്തിന് വേണ്ടിയിട്ട് വഴി മാറിക്കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ടൈമിലുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലുള്ള ഒരു എൻജോയ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ഒന്നും കാണത്തില്ല. അതായത് ഭാവി ജീവിതത്തിലെ സമാധാനം നിങ്ങൾ ഇപ്പോൾ ഷോർട്ട് ടൈമിൽ അനുഭവിച്ച് തീർക്കുന്നു, അത്രയേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് ചുരുക്കം.
നമ്മുടെ ഒരു 20s നമ്മൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റായിട്ട് മറ്റുള്ളവരിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ കേൾക്കണം, നല്ല രീതിയിൽ അവർ നമ്മളെ നല്ല രീതിയിൽ പറയണം അവൻ നല്ലതാണ് അല്ലെങ്കിൽ അവൾ നല്ലതാണ്, നല്ലതായിട്ട് സമ്പാദിക്കുന്നുണ്ട്, നല്ല ലൈഫ് സ്റ്റൈലാണ്, നല്ല റിച്ച് ആയിട്ടുള്ള ലൈഫാണ്, കാറുണ്ട്, വീടുണ്ട്, അങ്ങനെയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം മറ്റുള്ളവരുടെ വായിൽ നിന്ന് നല്ലത് കേൾക്കണം എന്നുള്ളൊരു ചിന്ത കുറച്ച് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കും ജീവിക്കുക. അതാണ് പ്രശ്നം. ഈ പണം നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാത്തിരിക്കുമ്പോഴാണ് അതിനൊരു ഗ്രോത്ത് വരുന്നത്. അത് ഉടനെ ഉണ്ടാകുന്നൊരു സാധനമല്ല, ഓവർ നൈറ്റിൽ ഡെവലപ്പ് ആവുന്ന ഒന്നല്ല. അപ്പോൾ അതിന് ടൈം വേണം. അപ്പോൾ ഈ ക്ഷമ എന്ന് പറയുന്ന സാധനവും ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമുക്ക് പണം ഉണ്ടാക്കി തരിക. അല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് മാറ്റിയിട്ട് മറ്റുള്ളവരുടെ കണ്ണിൽ ആഹ എന്ന് പറയിപ്പിക്കലാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മൾ സമ്പത്തുണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കൽ എന്നുള്ളതിലുപരി അല്ലെങ്കിൽ അതിന് വില കൊടുക്കാതെ നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യണം, നിങ്ങൾ എന്തിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ അറിവ് നേടണോ എങ്കിൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരെ ബോധിപ്പിക്കലാണോ നമ്മുടെ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ തുടരും. ഭാവിയിൽ ചിലപ്പോൾ ഇനിയും വേഴ്സായി മാറാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കാനേ കഴിയണമെന്നില്ല. സോ മറ്റുള്ളവരെ കാണിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഒഴിവാക്കുക. ഈ തൊഴിലാളികൾ അല്ലെങ്കിൽ ജോലിക്കൊരു സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? സാലറിക്ക് വേണ്ടിയിട്ട്, മാസാവസാനം കിട്ടുന്ന പേ ചെക്ക്, അതിന് വേണ്ടിയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന മുതലാളിമാർ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവർ ഒരു പണം ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കിയിടുന്നത്. അപ്പോൾ അവരുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അവരുടെ ഒരു സിസ്റ്റമാണ്, അത് അവരുടെ ഒരു ബിസിനസ്സാണ്, അത് അവരുടെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ നിന്ന് ഇങ്ങനെ പണം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റാഫുകൾ വെച്ചുകൊണ്ട്. അവർ ഉണ്ടാക്കിയിടുന്നത് അസറ്റുകളാണ്, പണം ജനറേറ്റ് ചെയ്യുന്ന അസറ്റുകളാണ്. നമ്മൾ പറയില്ലേ പണം കായ്ക്കുന്ന മരം, അങ്ങനത്തെ ഒരു മരമാണ് അവർ നട്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് മരങ്ങൾ അവർ നട്ടുവെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് സോഴ്സ് ഓഫ് സ്ട്രീം ഓഫ് ഇൻകം അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് അവർക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് പണം കായ്ക്കുന്ന ഒരുപാട് മരങ്ങൾ ഇതുപോലെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പണം ഉണ്ടാക്കുന്ന മെഷീനാണ് സത്യത്തിൽ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്നവരാണ് ഈ തൊഴിലാളികൾ. മാസം കിട്ടുന്ന സാലറിയിലല്ല, പകരം ഡെയിലി ഉണ്ടാകുന്ന വരുമാനം ഉണ്ടാക്കുന്ന മെഷീനറീസാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് വ്യത്യാസം അവരുടെ ചിന്തയിൽ. പല ആൾക്കാരും പറയാറുണ്ട് ഹാർഡ് വർക്ക് ചെയ്താലേ ഒരുപാട് പണം ഉണ്ടാകൂ, നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് പറയാറുണ്ട്. ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രം പണം ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാത്ത ആരാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത്? അവരൊക്കെ റിച്ച് ആവണ്ടേ? അങ്ങനെയാണോ? അല്ലല്ലോ. ഈ സാധാരണക്കാരുടെ ചിന്ത അങ്ങനെയാണ്, ഹാർഡ് വർക്ക്. എന്നാൽ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ ചിന്ത നേരെ ഡിഫറെൻ്റ് ആണ്. അവർ ഈ പറയുന്ന പണം, ടെക്നോളജി, മനുഷ്യന്മാരുടെ സമയം, മനുഷ്യന്മാരുടെ സ്കില്ല്, അതായത് ജോലിക്കാരുടെ കഴിവ്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പണം ഉണ്ടാക്കുന്നത്. ടെക്നോളജി ഉപയോഗിക്കും, കമ്പ്യൂട്ടറിൻ്റെ ഇപ്പോൾ AI എല്ലാം വന്ന കാലമല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതിനെല്ലാം അവർ ഉപയോഗിക്കാൻ തുടങ്ങും. മനുഷ്യന്മാരെ ഉപയോഗിക്കാൻ തുടങ്ങും. എങ്ങനെ? മനുഷ്യന്മാരുടെ സമയം അവർ അപഹരിക്കും. 9 to 5 എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിലൂടെ അവർ നിങ്ങളുടെ സമയവും നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ കഴിവുകളെല്ലാം അവർ നേടിയെടുക്കുന്നു. അവർ പണം കൊടുത്ത് നിങ്ങളിൽ നിന്ന് അത് വാങ്ങുന്നു. അതായത് നിങ്ങളെക്കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട് അവർ പണം ഉണ്ടാക്കുന്നു. അവർ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് സാധാരണക്കാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കണമെങ്കിൽ വർക്ക് ഹാർഡർ, പണക്കാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വർക്ക് സ്മാർട്ടർ. അത്രയേ ഉള്ളൂ. നമുക്ക് അബണ്ടൻ്റായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവ് ഇല്ലെങ്കിൽ നമ്മൾ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരെ പോലെ ചിന്തിക്കാൻ തുടങ്ങും. ദാരിദ്ര്യം പിടിച്ച ആൾക്കാരെ പോലെ ആകുമ്പോൾ നമ്മളെല്ലാം പിടിച്ചു വെച്ച് സേഫായിട്ട് കളിക്കണം എന്ന് വിചാരിച്ച് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എവിടേക്കും എത്താൻ പറ്റില്ല. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഒരു ലാവിഷായിട്ട് ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ, കുറച്ചും കൂടി പണം അടിച്ചു പൊളിച്ച് എറിഞ്ഞ് ചിലവഴിക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം. റിസ്ക് എടുക്കാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. നമുക്കൊരു പരിപാടിക്ക് ഇറങ്ങണമെങ്കിൽ, ഇറങ്ങി അതിനകത്ത് വിജയം കാണണമെങ്കിൽ നമുക്ക് ഇറങ്ങാനുള്ള ധൈര്യം വേണം, പൈസ ഇറക്കാനുള്ളൊരു ധൈര്യം വേണം. കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയും അല്ലേ. അപ്പോൾ അതിലേക്ക് അങ്ങനെ ഇറങ്ങണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് നടക്കില്ല. നമ്മളെല്ലാം ശ്രദ്ധിച്ച് നടത്തുള്ളൂ. അങ്ങനെ നടത്തി കഴിഞ്ഞാലും നമുക്ക് വിജയിക്കാൻ പറ്റില്ല. കുറച്ചൊരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവണം. കുറച്ച് അൺകംഫർട്ടബിൾ ആവാൻ നമ്മൾ തയ്യാറാവുമ്പോഴേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ, സമ്പത്തുണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിൽ ദാരിദ്ര്യം വന്ന അതിൻ്റെ കൂടെ വരുന്ന ഒന്ന് തന്നെയാണ് പേടി, ഭയം, ഒറ്റപ്പെട്ടു പോകുന്ന ആ ഒരവസ്ഥ, നിങ്ങളെ പുറകോട്ട് വലിക്കുന്നൊരവസ്ഥ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സാധ്യതകൾ കുറവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധ്യതകളെ തിരിച്ചറിയാൻ പറ്റില്ല. എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൂ.
അതായത് ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോകത്ത് സമ്പന്നനാകുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് അത് വ്യത്യാസമാണ്. അവിടെ ദാരിദ്ര്യം പിടിച്ച മൈൻഡ് സെറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാൻ പറ്റില്ല. സാധാരണക്കാർ നശിച്ചു പോകുന്ന സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കും. ഈ പറയുന്ന ആൾക്കാരുടെ സമയം അവർ വിലയ്ക്ക് വാങ്ങിയിട്ട് അവരത് വെച്ച് പൈസ ഉണ്ടാക്കും. അവർ ടൂൾസ് വാങ്ങിയിട്ട് പൈസ ഉണ്ടാക്കും. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് അവർ പൈസ ഉണ്ടാക്കും. അവർ ടെക്നോളജികൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അവർ ഫ്രീഡം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സമയം ഉണ്ടായിരിക്കും പുതിയ ഐഡിയകൾ കണ്ടെത്താൻ, പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ, പുതിയ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ, സ്വന്തം ജീവിതത്തിലും ബിസിനസ്സിൻ്റെ ജീവിതത്തിലുമുള്ള പ്രോഗ്രസ്, അതിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടും. അങ്ങനെ എല്ലാ രീതിയിലും അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരോ ഇതുപോലുള്ള ആൾക്കാർക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ട് ഡെയിലി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അവർക്ക് ചിന്തിക്കാൻ പോലും നേരം കിട്ടില്ല. കാരണം അവർ മുഴുവൻ സമയത്തും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാത്ത സമയത്ത് വീട്ടിലത്തെ കാര്യങ്ങളുമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സമ്പന്നർ അങ്ങനെയല്ല ചെയ്യുന്നത്. അവർക്ക് വേണ്ടതെല്ലാം അവർ ലീവറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് അവർ ആ മേഖലകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അവർക്കാണ് കൂടുതൽ സമയം കിട്ടുന്നത്. പണക്കാരൊരിക്കലും പണം വരുന്ന സമയത്തോ നഷ്ടപ്പെടുന്ന സമയത്തോ കിടന്ന് പാനിക്കാവുക അല്ലെങ്കിൽ വെപ്രാളപ്പെടുന്ന ഒരവസ്ഥ അവർക്കില്ല. വളരെ സമാധാനത്തോടു കൂടി കാമായിട്ട് ആണ് അവരിതിനെ വീക്ഷിക്കുന്നത്. അവർക്കറിയാം ഒരു പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പണം നഷ്ടപ്പെടാനും നേടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ പാനിക്കാവാനോ വെപ്രാളപ്പെടേണ്ട ഒരു ആവശ്യമേ അവിടെ വരുന്നില്ല എന്നുള്ളൊരു വസ്തുത അവർക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ അവരങ്ങനെയാണ്, നോർമലായിട്ട് ഇരിക്കാൻ അവരെ കൊണ്ട് പറ്റും. അതുകൊണ്ട് തന്നെ പണം ഉണ്ടാക്കുക, പണം ഗ്രോ ചെയ്യിക്കുക, പണം ഇൻവെസ്റ്റ് ചെയ്യുക, ഇതൊക്കെ അവർക്ക് പേടിയില്ലാതെ ചെയ്യാൻ പറ്റും. എന്നാൽ പേടിയുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്താ? അവർ പണം നന്നായിട്ട് സേവ് ചെയ്യും, നന്നായിട്ട് പൂഴ്ത്തി വയ്ക്കും, പുറത്താരും കാണിക്കാതെ. അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി കൂടുതലാണ്. ഇതാണ് മൈൻഡ് സെറ്റിലുള്ള വ്യത്യാസം. നമ്മളിപ്പോൾ പണത്തിൻ്റെ മനഃശാസ്ത്രമാണല്ലോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. സമ്പത്തുള്ള വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം പറഞ്ഞിട്ടുള്ളൂ. അത് പേഴ്സണൽ ലൈഫിലാണെങ്കിലും ശരി, പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ശരി. പേടിയുണ്ട്, അത് സത്യം തന്നെയാണ് എന്ന് കരുതിക്കൊണ്ട് അത് നമ്മളെ അങ്ങ് നശിപ്പിച്ച് കളയാൻ പാടില്ല, നമ്മളെ പാരലൈസ് ചെയ്യാൻ പാടില്ല. സാധ്യതകളും പോസിബിലിറ്റീസൊക്കെ വരുന്നത് അൺസർട്ടൈനിറ്റിയിൽ നിന്നാണ്. എന്ത് നടക്കും ഉറപ്പില്ലാത്ത ഒരവസ്ഥയിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണ്. അവിടെ റിസ്ക് നമ്മൾ എടുക്കുകയാണ്. അതിലൂടെ മാത്രമേ സമ്പത്തുണ്ടാക്കാൻ പറ്റുള്ളൂ. ധൈര്യത്തോടെ ഇറങ്ങുക എന്ന് പറയില്ലേ നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ, അങ്ങ് ഇറങ്ങിത്തിരിക്കുക. അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് വിജയം എന്ന് പറയണത്. അവസരങ്ങൾ നമ്മളെ തേടി വരണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നൊരു മൈൻഡ് സെറ്റോട് കൂടി ജീവിക്കണം. സാധാരണക്കാർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? മാസക്കണക്കിലാണ്. മാസം കിട്ടുന്ന സാലറി, മാസം കിട്ടുന്ന അത് ഇൻസെൻറ്റീവ്സ്, മാസം കിട്ടുന്ന ബോണസ്, അതുപോലെ പ്രൊമോഷന്, ഇൻക്രിമെൻറ്റ്, ഇങ്ങനെ എല്ലാം മാസം കണക്കായിരിക്കും. സമ്പന്നർ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. സമ്പന്നർ ചിന്തിക്കുന്നത് വർഷക്കണക്കിനായിട്ടാണ്. ഇയേഴ്സ് കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം അതിൽ നിന്ന് വരുമാനം കിട്ടും. ഞാനൊരു സ്ഥലം വാങ്ങിയിട്ടിട്ട് 15-20 വർഷം കഴിഞ്ഞ് അത് വിൽക്കുമ്പോൾ നമുക്ക് എന്ത് വില കിട്ടും? സാധാരണക്കാരങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇന്നൊരു സ്ഥലം വാങ്ങിയിട്ടൊരു 4 കൊല്ലം കഴിഞ്ഞ് വിറ്റ് എനിക്ക് പൈസ കൂടുതൽ കിട്ടുമോ എന്നുള്ളതായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെയല്ല. വർഷക്കണക്കിലേക്ക്, പതിറ്റാണ്ടുകളോളം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമാണ് സമ്പത്തുണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സമ്പത്തുള്ളവർ ഈ നേരത്തെ പറഞ്ഞ പോലെ ഡിക്കേഡുകളിലേക്ക്, പതിറ്റാണ്ടുകളിലേക്ക് മാത്രമാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. മാസക്കണക്കല്ല അവരുടെ പ്ലാനിങ്. അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ ഈ പറയുന്ന വെൽത്ത് കോമ്പൗണ്ട് ചെയ്യുന്നത്, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവർ സെൽഫ് ബ്രാൻഡിങ് നടത്തുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പോൾ യൂസഫ് അലിയുടെ ഒരു സ്ഥാപനത്തെ ആണോ യൂസഫ് അലീനെയാണോ കൂടുതൽ പേർക്ക് അറിയുക? ഇപ്പോൾ ലുലു മാൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ അറിയുന്ന ഒരാളല്ലേ യൂസഫ് അലി. എന്തുകൊണ്ടാണ്? ബ്രാൻഡിങ് ആണ്, സെൽഫ് ബ്രാൻഡിങ് ആണ്, ബിസിനസ്സിൻ്റെ ബ്രാൻഡിങ് ആണ്. സോ അത് 1-2 മാസത്തേക്കല്ല അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വർഷക്കണക്കിലേക്ക് അവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു ഫ്യൂലായിട്ടാണ് അവരതിനെ കാണുന്നത്. അതുപോലെ സ്കില്ല് ബിൽഡ് ചെയ്യുന്നതും അവരതിന് വേണ്ടിയിട്ടാണ്, ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഴിവല്ല. എക്സാമിന് പഠിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, എക്സാം അങ്ങോട്ട് ജയിച്ച് കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള പഠിപ്പ്. അങ്ങനെയല്ല അവർ ചിന്തിക്കുന്നത്. അവർ ലോങ് ടൈമിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും, പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിലും പുതിയൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും എല്ലാം. ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും? പണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര പോരാ, എനിക്ക് പണം മാനേജ് ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനും നല്ല രീതിയിൽ ചിലവഴിക്കാനും അത് ഇൻവെസ്റ്റ് ചെയ്ത് 10 റുപ്യ ഉണ്ടാക്കാനും എനിക്ക് വയ്യ, എനിക്കത് അറിയില്ല അതിനെക്കുറിച്ച് എന്നുള്ളൊരു ചിന്തയായിരിക്കും അവർ വെച്ച് പുലർത്തുന്നത്. എന്നാൽ പണക്കാരനായിട്ടുള്ള ഒരാൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. എനിക്കത് അറിയില്ലെങ്കിലും അവരെന്താ ചിന്തിക്കുന്നത് വെച്ചാൽ, ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അറിവുള്ള ഒരാളടുത്ത് പോയിട്ട് ഞാനത് പഠിച്ചെടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ലേൺ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റും, എനിക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, എനിക്കത് വിജയിപ്പിച്ചെടുക്കാനും പറ്റും.
അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിടുന്നതിന് പകരം സമ്പന്നർ ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. അതെങ്ങനെ പഠിച്ചെടുക്കാം, അതിന് എത്ര ചിലവ് വരും, അതിനധികം കോസ്റ്റ് വരുമോ, എത്ര സമയമെടുക്കും, അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ എനിക്കത് നടപ്പിലാക്കി കൂടെ എന്ന ചിന്തയാണ്, പോസിറ്റീവ് ചിന്തയാണ്. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്. സാധാരണക്കാരെ പോലെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അയ്യോ അതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്യേണ്ടത്. അറിയില്ലെങ്കിൽ അതെങ്ങനെ പഠിച്ചെടുക്കാം, എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, അതുവഴി എങ്ങനെ സമ്പാദിക്കാം, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. സമ്പത്തുണ്ടാക്കാൻ നല്ലൊരു ബിസിനസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരുപാട് പണം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, ഒരു ഡിസിപ്ലിനുണ്ട്, ഒരു നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സ്വഭാവത്തിന് അതിനകത്തൊരു പങ്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ അനിൽ അംബാനി അല്ലേ, പാപ്പരായിട്ടുള്ള അവസ്ഥ നമ്മൾ കേട്ടു അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ ബൈജൂസ് നമ്മൾ കേട്ടതാണ്. അപ്പോൾ പണം ഉണ്ടാക്കാനുള്ള മൈൻഡ് സെറ്റിനോടൊപ്പം തന്നെ അത് കൊണ്ട് നടത്താനുള്ളൊരു ബിഹേവിയറൽ മൈൻഡ് സെറ്റ് ഉണ്ട്. അതായത് അതെങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ചിന്തിക്കണം, എന്തൊക്കെ ചിന്തിക്കാൻ പാടില്ല, ഏത് രീതിയിൽ മുന്നോട്ട് പോകാവൂ. ഒരാൾ സമ്പന്നനായിട്ടിരിക്കണമെങ്കിൽ അയാളുടെ സ്വഭാവം, അയാളുടെ പെരുമാറ്റം, അയാളുടെ അറിവ്, ഇതൊക്കെയാണ് 80%. 20% ആണ് അയാളുടെ ബിസിനസ് അല്ലെങ്കിൽ ടാറ്റിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനം. അതായത് എത്ര പണം ഉണ്ടാക്കിയാലും അത് കുരങ്ങൻ്റെ അടുത്ത് പൂമാല കെട്ടാൻ കൊടുത്ത അവസ്ഥ എങ്ങനെ ഇരിക്കും, അതേപോലെ തന്നെ ഇരിക്കും. അതായത് പണം കൈകാര്യം ചെയ്യാൻ പ്രോപ്പറായിട്ട് അറിയാത്ത ഒരാളുടെ കയ്യിൽ പണം കിട്ടിയ പോലെ ഇരിക്കും എത്ര വലിയ ബിസിനസ് ഒരാൾക്കുണ്ടായാലും. അയാൾക്കത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ അതോടുകൂടി പരാജയമാണ്. അതായത് മൊത്തത്തിൽ തകർന്നടിയലാണ്. കോടിക്കണക്കിന് ആസ്തിയുള്ള അവസ്ഥയിൽ നിന്ന് ബൈജൂസ് ഇപ്പോൾ എവിടെ എത്തിയപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പം മണി മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വെറുമൊരു ബിസിനസ്സല്ല, വെറും ഒരു പണം ഉണ്ടാക്കാനുള്ള മെഷീനറി മാത്രമല്ല, നമ്മൾ കൂടിയും കുറച്ച് ഡെവലപ്പ് ആകേണ്ടതുണ്ട് പണം ഉണ്ടാക്കാനും അത് നിലനിർത്തി കൊണ്ടുപോകാനും. സെൽഫ് ഡിസിപ്ലിൻ എന്ന് നമ്മൾ പറയും. അതിൻ്റെ അഭാവം സമ്പത്ത് എത്ര ഉണ്ടാക്കിയാലും നശിപ്പിക്കാൻ അത് മതി. ചില സമ്പത്തുള്ള ആൾക്കാർ ബിസിനസ് ആരംഭിക്കുന്നത് കണ്ടിട്ടില്ലേ, അവർ 1-2 ബിസിനസ് ആരംഭിച്ച് നല്ല വിജയത്തിൽ എത്തിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ധൈര്യത്തിൽ അവരുടെ പുതിയൊരു ബിസിനസ് നേരെ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. കൂടുതൽ ചിന്തിക്കുന്നൊന്നുമില്ല, അതങ്ങ് രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസം അവരുടെ ഉള്ളിൽ. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾക്ക് ഒരു തെളിവ് സഹിതം റെഡി ആയിട്ട് വെച്ചിട്ടുള്ള ഒരു പരിപാടിയിൽ നിന്നാകണമെന്നില്ല. ഒരു ധൈര്യത്തോടെ അങ്ങോട്ട് ഇറങ്ങിയ വഴിക്ക് നമ്മൾ പിന്നെ പഠിക്കാൻ തുടങ്ങും. അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ വിജയിക്കും. പഠിക്കാതിരുന്നാൽ നമ്മൾ വിജയിക്കൊന്നുമില്ല. അപ്പോൾ ഒരു ധൈര്യത്തിനുണ്ട് ഇറങ്ങിയതിന് ശേഷം അനുഭവങ്ങളും കൊണ്ടും അവർ പഠിക്കും. അവർക്ക് മുമ്പുണ്ടായിരുന്ന 2-4 ബിസിനസ് വിജയിപ്പിച്ചതിൻ്റെ എക്സ്പീരിയൻസ് അവർക്ക് ഉള്ളിലുണ്ടായിരിക്കും. അതുകൊണ്ട് അവർ പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങും, അവരതിനെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യും. ആയിരക്കണക്കിന് റെസ്റ്റോറൻറ്റുകൾ ഓപ്പൺ ചെയ്ത ഒരാളായിരിക്കണം എന്നില്ല നമ്മുടെ ഷെഫ് പിള്ള അല്ലേ. പക്ഷേ പുള്ളി ഇപ്പോൾ കണ്ടില്ലേ 10-40 ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. എന്താ കാരണം? അതായത് അങ്ങോട്ട് ഇറങ്ങാൻ തയ്യാറാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നമ്മുടെ ഉള്ളിലുള്ള അറിവിനേക്കാൾ കൂടുതൽ അറിവുകൾ നമ്മൾ പഠിക്കും. അതിനെന്ത് വേണം, സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ തുടങ്ങത്തേ ഇല്ല. നമ്മൾ ഇങ്ങനെ കൈയും കെട്ടിയിരുന്ന് ആലോചിക്കും, തുടങ്ങണം, കൂടുതൽ പഠിക്കണം, കൂടുതൽ മനസ്സിലാക്കണം, എന്നിട്ട് തുടങ്ങണം. എവിടെയും ചിലപ്പോൾ എത്താൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷനാണ്. നമുക്ക് ഒരു കുഴപ്പമുണ്ട്, പണം ഉണ്ടാകുന്നതിനനുസരിച്ചും പണം നമ്മൾ സമ്പാദിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരിക്കും. അതൊരു പ്രശ്നമാണ്. അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കയ്യിൽ വരുന്ന പണം എത്രയാണോ അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ഒരു ബജറ്റ് ഉണ്ടാക്കുക. അതായത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ, കുറഞ്ഞ സാലറിയിൽ, കുറഞ്ഞ വരുമാനത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ടോ അതാണ് നിങ്ങളുടെ ബജറ്റ്. അതിൽ നിങ്ങൾ ജീവിക്കുക. അതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പോൾ ഡബിളോ ത്രിബിളോ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ നിങ്ങൾക്കിപ്പോൾ വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും ആ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ബജറ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, അതിനകത്ത് നിന്ന് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പണം എടുത്തു വെക്കാനുണ്ടായിരിക്കും. ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യവും ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നൊരു കാര്യവും ഇല്ലെങ്കിൽ എത്ര പണം ഉണ്ടാക്കിയാലും കാര്യമില്ല. ഇപ്പോൾ വിജയമല്യൊക്കെ ചെയ്തിരിക്കുന്ന പരിപാടികൾ കണ്ടിട്ടില്ലേ? പണം ധൂർത്തടിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതശൈലിയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പ്രശ്നമാണ്. നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പണം ധൂർത്തടിച്ച് വേണ്ടാത്ത രീതിയിൽ ചിലവഴിച്ച് പണം ഇല്ലാതാക്കി പാപ്പരായി പോയ പല ആൾക്കാരെയും നമുക്കറിയാം. അപ്പോൾ പണം അങ്ങോട്ട് വരുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലി മാറ്റാൻ നിൽക്കണ്ട. അതായത് പുതിയൊരു കാറ് മേടിക്കുക, ഉള്ള കാറ് മാറ്റി ലക്ഷറി കാറിലേക്ക് പോവുക, വില കൂടിയ ഫോണുകൾ മേടിക്കുക, അങ്ങനെ പല രീതിയിലേക്കും പോകുന്നതൊക്കെ ഒരു പ്രശ്നമാണ്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും, നല്ലൊരു അവസരം വന്നിട്ടുണ്ടായിരിക്കും. ആ അവസരത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താതെ
അത് ഒന്നുകൂടി കാത്തിരിക്കാം, ഇനി എന്ത് നടക്കും എന്നുള്ളത് നോക്കാം. എന്നതിന് ശേഷം നമുക്ക് ഇറങ്ങിയാൽ പോരെ, പെട്ടെന്ന് നമ്മൾ ഇറങ്ങണോ? ചിലപ്പോൾ റിസ്ക്കാണ്, കൂടുതൽ റിസ്ക്കാണ് എന്നൊക്കെ ചിന്തിച്ച് ഭയന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചിരുന്ന, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കോഴ്സൊക്കെ എടുത്ത് നമ്മൾ പഠിക്കണോ വേണ്ടയോ, അതൊക്കെ ഉണ്ടാകുമോ എക്കാലോ എന്നുള്ള പോലെയൊക്കെ ചിന്തിക്കും അല്ലേ. അതായത് പല കാര്യങ്ങൾക്കും ഇറങ്ങാനുള്ളൊരു ഭയം, പേടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പലപ്പോഴും നമുക്ക് എയർലി ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. നമ്മൾ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണം എന്താ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും മുമ്പിലായിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ളവർ പതിയെ 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 ആയിരിക്കും ആരംഭിച്ച് വരുന്നുണ്ടാവുക. അവരിതേപോലെ തന്നെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം, ഒന്ന് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വെയിറ്റ് ചെയ്ത് അവർ ആ ഓപ്പർച്യൂണിറ്റീസ് കളഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ലേറ്റായിട്ട് വരുന്ന സമയത്ത് അവർക്ക് ചാൻസേ ഉണ്ടാകത്തില്ല. ആദ്യം ഇറങ്ങിയവരൊക്കെ അതിനകത്ത് സക്സസ് ആയിട്ടുണ്ടാവും, അവരതിനകത്ത് എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി അവർക്ക് കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അതുതന്നെ, ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് അതിലേക്ക് ഇറങ്ങാൻ പറ്റണം. കാത്തിരുന്ന് സമയം കളയരുത്. മറ്റുള്ളവരെ കണ്ട് ജീവിക്കരുത് എന്നുള്ളത് പഴമക്കാർ പറയാറുണ്ട്. മറ്റുള്ളവർ എങ്ങനെയോ ജീവിക്കട്ടെ, അവർ പണം ഉണ്ടാക്കി ജീവിക്കട്ടെ, നല്ല നല്ല കാറുകൾ വാങ്ങിച്ചിട്ട് ജീവിക്കട്ടെ, നല്ല നല്ല വീടുകൾ വാങ്ങിച്ചിട്ട് ജീവിക്കട്ടെ, അവരെന്തോ ചെയ്യട്ടെ, അത് നമുക്ക് മാറ്ററല്ല. നമ്മളും നമ്മുടെ അയൽക്കാരെയും നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം. അവർക്ക് നല്ല വീടുണ്ട്, അവർക്ക് നല്ല കാറുണ്ട്, അപ്പോൾ നമുക്കതൊക്കെ വേണ്ടേ? അവർക്ക് നല്ല മൊബൈൽ ഫോണുകളുണ്ട്, നല്ല ലാപ്ടോപ്പുകളുണ്ട്, കമ്പ്യൂട്ടറുകളുണ്ട്, അവർക്ക് അവിടെ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഇവിടെ ടൗണിൽ ഫ്ലാറ്റ് ഉണ്ട്, അപ്പോൾ നമുക്കിതൊക്കെ വാങ്ങണ്ടേ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. കമ്പാരിസൺ മൈൻഡ് സെറ്റ്, ഇത് പ്രശ്നമാണ്. നമ്മൾ കുറഞ്ഞു പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം അവരെന്തോ ചിന്തിച്ചോട്ടെ, അത് നമ്മുടെ വിഷയമേ അല്ല. കാരണം അവർ ചിന്തിക്കുന്നതുകൊണ്ട് കുറഞ്ഞു പോകുന്ന ഒരാളല്ല നമ്മൾ. അങ്ങനെ നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. നമുക്ക് കയ്യിലിപ്പോൾ പണം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ഇട്ട് വെച്ചിരിക്കുന്നു. സോ നമ്മൾ സേഫാണ്, അത് നമ്മളറിഞ്ഞാൽ മതി. അത് മറ്റുള്ളവരെ കാണിക്കാൻ നിൽക്കുമ്പോഴാണല്ലോ കുഴപ്പം. നിങ്ങളുടെ തന്നെ പഴയ വേർഷനുമായിട്ട് നിങ്ങൾ കോമ്പറ്റീഷൻ നടത്തിക്കോളൂ. പഴയ നിങ്ങളെക്കാൾ ബെറ്റർ ആയോ നിങ്ങൾ എന്നുള്ളത്, പുതിയ നിങ്ങൾ എന്നുള്ളത് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ നൈബറിനേക്കാൾ നല്ല ഒരാളായിട്ട് മാറിയോ നിങ്ങൾ സാമ്പത്തികപരമായിട്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാതിരുന്നാൽ മതി. ഒരു സെക്കൻഡ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലാണോ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നത്? സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞതാണോ നിങ്ങളുടെ ആ ബന്ധം? അല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അതിനെന്തോ തകരാറുണ്ട്. ഉടനെ പരിഹരിക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സീക്രട്സ് നിങ്ങൾക്കിടയിലുള്ള ആഴം വർദ്ധിപ്പിക്കും. വഴക്കുകളും തെറ്റിദ്ധാരണയും കുറച്ച് സന്തോഷവും സമാധാനം നിറഞ്ഞിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങളും കോഴ്സിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നേരത്തെ നമ്മൾ പറഞ്ഞു, ഓപ്പർച്യൂണിറ്റീസ് പെട്ടെന്ന് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതാണെന്നുള്ളത്. അതിനോടൊപ്പം തന്നെ പറയുന്ന ഒരു സാധനം തന്നെയാണ് ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളത്. അതായത് പെട്ടെന്ന് കേൾക്കുന്ന ഒന്നാണ് ക്രിപ്റ്റോ കറൻസി, ട്രേഡിങ്, സൈഡ് ഹസിൽ. ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? പെട്ടെന്ന് നമുക്ക് ഇറങ്ങണം, കൂടുതൽ പണം സമ്പാദിക്കണം. കൂടുതൽ നമ്മൾ പഠിക്കില്ല, മനസ്സിലാക്കണം. ബേസിക് ആയിട്ടുള്ള ഒരു നോളജെങ്കിലും നമുക്ക് ഉണ്ടാവണം. എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. ആഴത്തിൽ അറിയുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. എന്നതിന് മുഴുവനും അറിഞ്ഞിട്ട് ഇറങ്ങുക എന്നുള്ളത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ അതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം തന്നെയാണ് ഇറങ്ങേണ്ടത്. കാള പെറ്റുമെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന ആ ഒരു സ്വഭാവം നമുക്ക് നല്ലതല്ല. അത്രത്തോളം ഒപ്റ്റിമിസം നല്ലതല്ല. അത് നമ്മളെ തൊലക്കുകയുള്ളൂ. നിങ്ങൾ പല സാധനങ്ങളും ആവശ്യമില്ലാത്തത് വാങ്ങിക്കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡോപ്പാമിൻ ഫ്ലഷ് ഉണ്ടാകുന്നുണ്ട്. ഒരു ഉള്ളിൽ നിന്ന് നിങ്ങൾക്കൊരു സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ചിലവഴിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? കാരണം ഇതിനു വേണ്ടിയൊക്കെ പണം ചിലവാക്കി കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ കഷ്ടപ്പെടുകയാണ്, നിങ്ങൾ വിഷമിക്കുകയാണ്. അത് ചെയ്യേണ്ടായിരുന്നു, അത് വാങ്ങണ്ടായിരുന്നു, അബദ്ധമായിപ്പോയി, അപ്പോൾ അതിൻ്റെ EMI ഉണ്ടല്ലോ. ഇതാണ് പ്രശ്നം. അപ്പോൾ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഇതുപോലുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി, ഒരു ഡോപ്പാമിൻ ഹൈക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അമിത ചെലവ് ഒഴിവാക്കുക. സന്തോഷത്തിന് വേണ്ടി പണം ചെലവാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊരു അഡിക്ഷനാണ്. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നേ പറ്റൂ. ഒരിക്കലും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭയം കൊണ്ടാകരുത്. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം, ഒരു വിഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഒരു എമർജൻസി എനിക്ക് ഫ്യൂച്ചറിൽ വരുമോ, അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ എനിക്ക് പണം ആവശ്യമായിട്ട് വരില്ലേ, ഈ ഒരു ചിന്തയോട് കൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുമ്പോഴും അല്ലെങ്കിൽ എമർജൻസി വരുമ്പോഴും എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം. അതിന് വേണ്ടുന്ന പണം വേറെയാണ്, എമർജൻസി ഫണ്ട് എന്ന് പറയും.
നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നിങ്ങൾക്കൊരു ടൈം പീരീഡിന് അപ്പുറത്തേക്ക് പണം ഉണ്ടാക്കാനുള്ള, പണം ഗ്രോ ചെയ്യിക്കാനുള്ള, പണത്തെ വളർത്തിയെടുക്കാനുള്ളൊരു വിഷനാണ് അവിടെ വേണ്ടത്. ആ വിഷന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു 25 വർഷം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിലുള്ള ഇപ്പോഴുള്ള പണം ഒരു 100 ഇരട്ടിയാക്കി മാറ്റണം. ഇതായിരിക്കണം വിഷൻ എന്ന് പറയണത്. മറ്റതല്ല. ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് തെറ്റാണ്. കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, തെറ്റാണ്. അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്, അത് തെറ്റാണ്. പണം ഇത്ര ആക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അത് ഇത്ര വർഷം കഴിഞ്ഞതിന് ശേഷം ആ പണം ഇത്രത്തോളം ഗ്രോ ചെയ്യണം. അതിനൊരു വിഷനാണ് നിങ്ങൾക്ക് അവിടെ വേണ്ടത്. ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റണം. അത് അവിടെ ഒതുങ്ങിക്കിടക്കുകയാണ്, കൂടുതൽ വളരാൻ സമ്മതിക്കില്ല. മറ്റത് അങ്ങനെയല്ല, ഒരു വിഷനും ഉണ്ടായിരിക്കും. ഇതിന് ഇത്ര ഇരട്ടിപ്പിക്കണം, എനിക്ക് ഇരട്ടിപ്പിച്ചേ പറ്റൂ എന്ന് പറയുന്നത്, അതൊരു ഡിഫറെൻറ്റ് വിഷനാണ്. മറ്റത് ലിമിറ്റഡാണ്. ആ ഒരു പരിപാടി തീരുന്നതോടുകൂടി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് അവിടെ അവസാനിക്കുകയാണ്. മറ്റത് അങ്ങനെയല്ല, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു വിഷനുണ്ട്. കയ്യിലുള്ള പണം അത് എത്രയാണോ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഇത്ര ഇരട്ടിയാക്കി മാറ്റണം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വിഷൻ ബേസ് ചെയ്തിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു റിക്വയർമെൻറ്റ് ബേസ് ചെയ്തിട്ട് അല്ല. അങ്ങനെ ആകരുത് എന്നുള്ളതാണ് പറയണത്. പല ആൾക്കാരും ചെയ്യുന്നതാണ് ഒരു വലിയ കാറ് വാങ്ങുക, ലക്ഷറി ആയിട്ടുള്ള ഒരു ഫോൺ വാങ്ങുക. അതായത് ഇതെല്ലാം വാങ്ങിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്തോ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളിൽ എന്തൊക്കെയോ ഉണ്ട്, നിങ്ങൾ എന്തൊക്കെയോ സംഭവം ആയി എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഒരു പ്രശ്നമാണ്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരുപാട് കാലത്തേക്കുള്ള നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത് നഷ്ടമാവും. നിങ്ങൾ വില കൂടിയൊരു കാറ് വാങ്ങുന്നതിന് പകരം കാർ എന്തിനാണോ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഫോൺ എന്തിനാണോ വാങ്ങുന്നത്, അതിൻ്റെ പർപ്പസ് നടക്കുന്നുണ്ടോ അത് മാത്രം നോക്കിയാൽ മതി. അതിനപ്പുറത്തോട്ട് അതിനകത്ത് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് മറ്റേ കാര്യങ്ങളുണ്ട്, ഈ കാര്യങ്ങളുണ്ട്. ഈ ഫീച്ചേഴ്സൊക്കെ നമുക്കെന്തിനാ? നിങ്ങൾക്ക് നിങ്ങളുടെ ഉപയോഗത്തിന് നിങ്ങളുടെ പർപ്പസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കാറായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ വീടായാലും, നിങ്ങളുടെ ഫോണാണെങ്കിലും, കമ്പ്യൂട്ടർ ആയാലും, നിങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന വലിയ എന്ത് സാധനമാണെങ്കിലും കാര്യം നടക്കാൻ അത് മതിയോ? അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു സാധനം കൊണ്ട് അത് നടത്തിയെടുക്കാൻ പറ്റില്ലേ എന്ന് ചിന്തിക്കുക. സോ ഈഗോ വെച്ചുകൊണ്ട് ഒരു സാധനം വാങ്ങാൻ പോവാതിരിക്കുക. ഒരു മോശം ദിവസം കുറച്ച് സന്തോഷം കിട്ടാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ പണം ചെലവഴിക്കുന്നു. ഇപ്പോൾ ചില ആൾക്കാർക്ക് സങ്കടം വരുന്നു, 2 പെഗ് അടിച്ചാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മദ്യശാലയിൽ പോയി നല്ല രീതിയിൽ നിങ്ങൾ പണം ചെലവഴിച്ചാൽ സന്തോഷം കിട്ടുമോ? നിങ്ങൾക്കിപ്പോൾ ഒരു ഏകാന്തത ഫീൽ ചെയ്യുകയാണ്, നിങ്ങൾക്ക് കൂടെ ആരും ഇല്ലെന്ന് തോന്നുകയാണ്, നിങ്ങൾ കടയിൽ പോയി ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം വരുമോ? അതായത് നിങ്ങളുടെ ഇമോഷൻസിനനുസരിച്ചിട്ട് നിങ്ങൾ പണം ചെലവഴിക്കാൻ നിൽക്കുന്നതാണ് ഒരു പ്രശ്നം. പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. അതായത് നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒരു പരിപാടി ചെയ്യാനായിട്ട് പോയി, അപ്പോൾ ഞാനും ആ പരിപാടിക്ക് ചെയ്യണ്ടേ? അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒരു ലോങ് ട്രിപ്പിന് പോയി. ആ ട്രിപ്പ് അവർ തായ്ലൻഡിലേക്കോ അല്ലെങ്കിൽ അവർ വിയറ്റ്നാമിലേക്കോ എവിടേക്കൊക്കെയോ അവർ ടൂറിന് പോയി. സോ നിങ്ങൾക്ക് ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഓരോന്ന് ചെയ്യാൻ തുടങ്ങുകയാണ്. പ്രശ്നമാണ്. ഇമോഷൻ ഒരിക്കലും സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ മുകളിൽ വരാൻ പാടില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, കാര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഇമോഷൻ വെച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രസ്സിനെ നശിപ്പിക്കുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. സാമ്പത്തികപരമായിട്ട് നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്നുള്ളത് ചിന്തിക്കുക, എന്നതിന് ശേഷം സ്പെൻഡ് ചെയ്യുക. പല ആൾക്കാരും ചിന്തിക്കുന്നതാണ് ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കണം എന്നുള്ളത് ആലോചിക്കും, പക്ഷെ ഇറങ്ങില്ല. സമയമാവട്ടെ, കാത്തിരിക്കാം, നല്ലൊരു സമയം വരട്ടെ, നന്നായിട്ട് പഠിക്കട്ടെ, നന്നായിട്ട് മനസ്സിലാക്കട്ടെ, ആഴത്തിൽ മനസ്സിലാക്കട്ടെ, എല്ലാ കാര്യങ്ങൾക്കും സമയമാവട്ടെ, പെർഫെക്ഷൻ ഉണ്ടാകണം, 100% പെർഫെക്ഷനോട് കൂടിയിട്ടേ ഞാനൊരു കാര്യം ചെയ്യുള്ളൂ. ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. നാളേക്ക് മാറ്റി വയ്ക്കാനുള്ള കുറേ എക്സ്ക്യൂസുകൾ നമ്മളെ തന്നെ തേടിപ്പിടിച്ച് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണത്. പ്രശ്നമാണ്. കാരണം പലപ്പോഴും പലതും തുടങ്ങാൻ അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട്. ആ സമയത്ത് തുടങ്ങിയെങ്കിൽ മാത്രമാണ് കൂടുതൽ വിജയം നേടാൻ പറ്റുള്ളൂ. ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ BCom പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടൻ്റ് ആവാം, അങ്ങനെയാവാം, ഇങ്ങനെയാകാം, നല്ല ജോലി കിട്ടും എന്നുള്ളതൊരു പറയുമായിരുന്നു ഒരു 25-30 വർഷം മുമ്പൊക്കെ. ഇന്നിപ്പോൾ BCom പഠിച്ച ഒരാൾക്ക് എന്ത് ജോലിയാണ് കിട്ടാൻ പോകുന്നത്? അവരതിൻ്റെ മുകളിലേക്ക് എന്തെല്ലാമോ ഇനിയും പഠിച്ച് CA പോലെ എന്തൊക്കെയോ കുറേ കോഴ്സുകളുണ്ടല്ലോ, ഇതൊക്കെ പഠിച്ച് മറച്ചെങ്കിൽ മാത്രമേ അവർക്ക് ജോലി കിട്ടൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ, അല്ലേ? പണ്ട് ഇപ്പോൾ MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവം അച്ചീവ് ചെയ്ത പോലെയാണ്. ഇന്നോ MBBS കഴിഞ്ഞവനെ ആർക്കും വേണ്ട, എക്സ്പെർട്ടായവനെ മതി. അതായത് അതിൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ എക്സ്പെർട്ടാകണം, അത് മാത്രം എടുത്ത് പഠിക്കണം. എന്നിട്ട് ഇങ്ങനെ ഡിഗ്രി അതിൻ്റെ അടിയിൽ കൂട്ടണം, ഓർത്തോ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, ന്യൂറോ സർജൻ. അപ്പോൾ MBBS മാത്രം പോരാ. അന്ന് ഗുണകരമായിരുന്നു, നല്ലതായിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് എന്നും അങ്ങനെ ആകണമെന്നില്ല.
പലതും നമ്മൾ നേരത്തെ ഇറങ്ങിയെങ്കിലേ കാര്യമുള്ളൂ. നേരത്തെ ഇറങ്ങിയവർക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് ഉണ്ട്. ഒരുപാട് വൈകി ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് അവിടെ ഉണ്ടായിരിക്കും, കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടാകണമെന്നില്ല. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവർ ആണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ളവർ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ പോലെ ചിന്തിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി, ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാകും. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മാസം എങ്ങനെ 1,00,000 രൂപ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോഴാണ് നിങ്ങൾക്കൊരു ഐഡിയ, ഒരു സ്പാർക്ക് അവിടെ കിട്ടുക. മറ്റുള്ളവൻ്റെ കഴിവ് ഉപയോഗിച്ച് മറ്റുള്ളവൻ പണം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? നിങ്ങൾക്ക് ആ ഒരു കഴിവ് ഉണ്ടാകണമെന്നില്ലല്ലോ. നിങ്ങളുടെ കഴിവ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു കഴിവായിരിക്കാം, ആ കഴിവ് അവനും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു മാസം 1,00,000 രൂപ സമ്പാദിക്കാൻ പറ്റും, ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്തയാണ് അവിടുത്തെ കാര്യം. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു തിങ്കിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണം? നിങ്ങളുടെ കൂടെ ഉള്ളവർ നല്ല രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കണം. നല്ല നല്ല ബുക്സുകൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റണം. നല്ല നല്ല ക്രിയേറ്റേഴ്സിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. ബിസിനസ്സുകളെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ കഴിവ് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ പണം ഉണ്ടാക്കാമെന്നുള്ളത്. പല ആൾക്കാർക്കും വിൽപ്പന എന്ന് പറയുന്നത് എന്തോ മോശപ്പെട്ട ഒരു സാധനമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് കച്ചവട മൈൻഡ് സെറ്റാണ്, അത് ബിസിനസ് മൈൻഡ് സെറ്റാണ് എന്ന് പറയുമ്പോൾ എന്തൊരു ചീത്ത കാര്യമാണെന്നുള്ളത് ചിന്തിക്കുന്ന പല ആൾക്കാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള സ്കില്ലാണെങ്കിലും ശരി, നമ്മുടെ കയ്യിലുള്ള ഒരു സർവീസ് ആണെങ്കിലും ശരി, ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി, നമ്മൾ സെല്ല് ചെയ്യത്തില്ല. വിറ്റഴിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ വരത്തില്ല. നമുക്ക് പേടിയാണ്, ഭയമാണ്. സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു സർവീസാണ്. ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ സർവീസോ പ്രൊഡക്റ്റോ നമ്മൾ വിറ്റഴിക്കുന്നതാണ്. അതിനൊരിക്കലും മോശമായിട്ട് കാണേണ്ട ഒന്നല്ല. നമ്മളൊരു വാല്യൂ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്നൊരു പ്രതിഫലമാണ് നമ്മുടെ പണം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് വെറുതെ ചെയ്യുന്നൊരു കാര്യമല്ല. വിൽപ്പന ഒരു നല്ല കാര്യമാണ്. അത് അന്ന് തൊട്ട് ഇന്ന് വരെയും പണ്ട് കാലം മുതലേ അത് വിൽപ്പന എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. അതിന് മോശമായിട്ട് ചിത്രീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. മാനസികമായിട്ട് നമുക്കൊരു ഉയർച്ച ഉണ്ടാകണം, എങ്കിലേ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം കളയരുത്. അതായത് സമയം വിറ്റുകൊണ്ട് പണം ഉണ്ടാക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കെയിലബിലിറ്റിയെ കുറിച്ചിട്ടായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുക എന്നുള്ളതിലുപരി അതിനെ എത്രത്തോളം നമുക്ക് വളർത്താൻ പറ്റും, അങ്ങനെ വളർത്താൻ പറ്റുന്ന ഒരു ബിസിനസ് ആണോ നമ്മൾ തുടങ്ങുന്നത് എന്നതായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബേക്കറി കട എവിടെയെങ്കിലും തുടങ്ങി, ചെറിയൊരു കട തുടങ്ങി, അതിനെ നിങ്ങൾക്ക് എത്രത്തോളം വലുതാക്കാൻ പറ്റും? അത്രത്തോളം ഒന്നും വലുതാക്കാൻ പറ്റില്ല, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലേ. എങ്കിൽ നിങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങി, അതിനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വലുതാക്കാം. ആമസോൺ പോലെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലൊക്കാലിറ്റിയിൽ ഒരു ചെറിയ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളൊരു പരിപാടി തുടങ്ങി, അതിന് എത്ര വേണമെങ്കിലും നമുക്ക് വലുതാക്കാം. എത്ര കസ്റ്റമർ വന്നാലും നമുക്ക് അവിടെ സെർവ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു ചെറിയ കടയാണെങ്കിൽ എത്ര സ്റ്റാഫിനെ അല്ലെങ്കിൽ എത്ര കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും? ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പണത്തെ നിങ്ങളൊരു ടൂളായിട്ട് വേണം കണക്കാക്കാൻ. എനിക്ക് കുറേ പണം വേണം, അതൊരു നല്ല ലക്ഷ്യമേ അല്ല. എനിക്ക് ഇന്ന രീതിയിലുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ജീവിത രീതി, ജീവിത ശൈലി എനിക്ക് വേണം. ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്കാണ് ഞാൻ പണം ഉണ്ടാക്കുന്നത്. സോ പണത്തിനൊരു പർപ്പസ് ഉണ്ട്. അതൊരു ടൂള് മാത്രമാണ്. ചുമ്മാ പണം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമല്ല. എവിടേക്കാണോ നമുക്ക് എത്തേണ്ടത് അതാണ് ലക്ഷ്യം. എന്താണോ നമ്മൾ നേടേണ്ടത് അതാണ് ലക്ഷ്യം. അപ്പോൾ ഈ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് പണം കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പണം ഉണ്ടാക്കുന്നതിന് ഒരു ക്ലാരിറ്റി വേണം. നിങ്ങൾ എന്തിനാണ് പണം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം. എന്ത് പർപ്പസ്, എന്ത് ഉദ്ദേശം നടത്താനാണ് നിങ്ങൾ പണം ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കാര്യത്തിന് വേണ്ടി പണം ഒന്നും ചിലവഴിക്കാൻ താല്പര്യമില്ല, എനിക്ക് അങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈലും ഇഷ്ടമില്ല. ഓക്കെ, ഇത് വെച്ചിട്ട് നിങ്ങൾ പണം ഉണ്ടാക്കാതിരിക്കണോ? വേണ്ട, നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം. എന്തിന്? നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ താല്പര്യമില്ല എന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്കൊരു സാധാരണക്കാരനെ പോലെ ജീവിക്കണം എന്നുള്ളത് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ആ പണം വെച്ചിട്ട് വേറെ എന്തൊക്കെ ചെയ്യാം? ഒരു 100 കുട്ടികളെ നിങ്ങൾക്ക് പഠിപ്പിച്ചൂടെ? ഒരു 1000 പേർക്ക് ദിവസം ഭക്ഷണം കൊടുക്കുന്നൊരു പരിപാടി ചെയ്തുകൂടെ? അല്ലെങ്കിൽ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അനാഥ കുട്ടികൾക്കൊരു ഷെൽട്ടറാക്കി നിങ്ങൾക്ക് മാറ്റിക്കൂടെ? നിങ്ങളുടെ ഒരു പരിപാടി, ഒരു സ്ഥാപനം എടുത്തുകൊണ്ട്, ഒരു ബിൽഡിംഗ് കെട്ടിക്കൊണ്ട് അനാഥാലയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ? വൃദ്ധസദനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ? നാട്ടുകാരെ സഹായിച്ചുകൂടെ? സർജറി ചെയ്യാൻ ക്യാഷ് ഇല്ലാതിരിക്കുന്ന എത്രയോ പേരുണ്ട്, അവർക്ക് സർജറി ചെയ്യാൻ ഒരു വകുപ്പായി മാറില്ലേ നിങ്ങളുടെ ആ പണം? അപ്പോൾ പണത്തിന് നിങ്ങൾക്ക് ഉപകാരമില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ പോലും അത് മറ്റുള്ളവർ ഒരുപാട് പേര് അപ്പുറത്തുണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട്, അവരെ സഹായിച്ചുകൂടെ?
അപ്പോൾ പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഒരു ലക്ഷ്യം നമുക്കുണ്ടായേ പറ്റൂ. ഫിനാൻഷ്യൽ കോൺഫിഡൻസ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഒരു ബജറ്റിനനുസരിച്ച് ജീവിക്കുമ്പോൾ, ഇത്ര രൂപയ്ക്കുള്ളിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ പണം സ്പെൻഡ് ചെയ്യുന്നത്, എന്തെല്ലാം ആവശ്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്, എന്തെല്ലാമാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്, വാങ്ങിക്കേണ്ടാത്തത് എന്തൊക്കെയായിരുന്നു, കറക്റ്റായിട്ട് നിങ്ങളുടെ പണം എങ്ങോട്ട് പോകുന്നു, നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, ഇനി എന്തെല്ലാം ചെയ്യാൻ പോകുന്നുണ്ട്, എല്ലാറ്റിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ, എല്ലാത്തിനെയും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്, ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. അതായത് പല ആൾക്കാരും ഒരു മാസം ഇപ്പോൾ ഒരു മാസം ഒരാൾക്കൊരു സാലറി കിട്ടിയെന്ന് കൂട്ടുക, അടുത്ത മാസം 1-ാം തീയതി നിങ്ങൾക്ക് രണ്ടാമത്തെ സാലറി കിട്ടി, രണ്ടാമത്തെ മാസത്തിൻ്റെ കിട്ടിയെന്ന് കൂട്ടുക. ഓക്കെ, ആദ്യത്തെ മാസം സാലറി കിട്ടിയതിന് ശേഷം നിങ്ങൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് ഉത്തരം ഉണ്ടായിരിക്കില്ല. അവർ ഏകദേശം പറയുമായിരിക്കും. കൃത്യമായിട്ടുള്ളൊരു എമൗണ്ട് എത്ര ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ ആരൊക്കെ അത് ട്രാക്ക് ചെയ്തിട്ടുണ്ട്? അതൊന്ന് ജസ്റ്റ് ട്രാക്ക് ചെയ്താൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആയിട്ട് എത്ര പണം ചിലവഴിച്ചു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വരുന്ന പണവും പോകുന്ന പണവും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക. അപ്പോൾ അടുത്ത മാസം നമുക്ക് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പണം എനിക്ക് സേവ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി പണം എനിക്ക് എടുത്തു വയ്ക്കാൻ പറ്റും, ഓവർ സ്പെൻഡിങ് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം? നമുക്ക് എന്താ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. ആ ട്രാക്ക് ചെയ്താൽ അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റണം, ബജറ്റ് ഇട്ട് ജീവിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെ നല്ല ഒരു ഹാബിറ്റ് പണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫിനാൻഷ്യൽ കോൺഫിഡൻസ് നമുക്ക് വരുള്ളൂ. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മളായിത്തീരുന്നത്, അല്ലേ? നല്ല കാര്യങ്ങളാണ്, നല്ല ഹാബിറ്റാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നല്ലൊന്നായി മാറും. മോശം ഹാബിറ്റ് ആണെങ്കിൽ നമ്മൾ മോശപ്പെട്ട ഒരാളായിട്ട് നമ്മൾ മാറും. അപ്പോൾ ഞാനൊരു പണത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളല്ല, ഞാൻ പണത്തിൻ്റെ പിന്നാലെ ഓടുന്ന ഒരാളല്ല, ഞാനൊരു അത്യാഗ്രഹിയല്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ തന്നെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടും നിങ്ങൾ മറ്റുള്ളവരോടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും, അതിപ്പോൾ നുണയാണെങ്കിൽ പോലും നമ്മുടെ ബ്രെയിന് തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങളുടെ ബ്രെയിന് തിരിച്ചറിയുന്നത് നിങ്ങൾ പണത്തിൻ്റെ പിന്നാലെ ഓടുന്ന ഒരാളല്ല, ഓക്കെ ശരി, അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. അതായത് നമ്മുടെ ബ്രെയിനിനെ നമുക്ക് കബളിപ്പിക്കാൻ പറ്റും. നമ്മൾ നുണയാണെങ്കിൽ ശരി, ഒരു 10 വട്ടം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ വിചാരിക്കുന്നത് അത് ശരിയാണ്, അത് കറക്റ്റായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ നമ്മുടേതായ ഉള്ളിലുള്ള പല ചിന്തകളാണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നത്. ലിമിറ്റിംഗ് ബിലീഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നമ്മളെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങളായിട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ അത് മറക്കണ്ട. ചില ആൾക്കാരുണ്ട് ഇമ്പൾസീവായിട്ട് പർച്ചേസ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. എന്തെങ്കിലും സാധനം കാണുമ്പോൾ പെട്ടെന്ന് ആ സാധനം വാങ്ങണം, അത് കിട്ടിയേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരുത്തൻ പോയിട്ട് എവിടെയോ റോഡിൻ്റെ ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലും കുറച്ച് പണമുണ്ട്, ഞാൻ പോയി വാങ്ങിച്ചാലോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. എൻ്റെ കൂടെ ഉള്ള ഒരുത്തൻ ഒരു പുതിയ കാറ് വാങ്ങി 25 ലക്ഷം. അപ്പോൾ 30 ലക്ഷം മുടക്കി കഴിഞ്ഞാൽ എനിക്കൊന്ന് വാങ്ങാം, എനിക്ക് അതിനുള്ള ആവതുകൊണ്ട് പൈസയുണ്ട്, അപ്പോൾ ഞാൻ എന്താ വാങ്ങിയാൽ? അതായത് എന്താ ഇപ്പോൾ പറയുക, ഇമ്പൾസീവായിട്ട് ഉള്ള ഒരു ഷോപ്പിംഗ് രീതി, പർച്ചേസ് ചെയ്യുന്ന രീതി, ഒരു സാധനം വാങ്ങിക്കൂട്ടുന്നൊരവസ്ഥ, അത് പ്രശ്നമാണ്. പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടത്തിൽ നിന്ന് ചെയ്യേണ്ടതല്ല പല കാര്യങ്ങളും. വേണ്ടത് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിൻ അവിടെ ബിൽഡ് ആവുള്ളൂ. അങ്ങനെ ഒരു ഡിസിപ്ലിൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം ഇരിക്കുള്ളൂ. പണം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക, അത് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ സിനിമ നടനായിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞൊരു ഡയലോഗുണ്ട്, സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുക അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല, ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്നൊരു കാര്യമാണ്. പക്ഷെ വന്ന ഇടത്ത് നിലനിന്ന് പോവുക വർഷങ്ങളോളം എന്നുള്ളതാണ് ഏറ്റവും ടഫ്. ഇപ്പോൾ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും 30, 40, 50 വർഷത്തിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു വ്യവസായത്തിനകത്ത്. എങ്ങനെ അവർ വന്ന് നിലനിന്ന് പോകുന്നവരാണ്. പക്ഷേ പല ആൾക്കാരും അങ്ങനെയല്ല, വന്ന ആ സമയം കാണാനില്ല, പോയ സമയവും കാണാനില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീര ജാസ്മിൻ ഒരു കാലത്ത് തരംഗമായിരുന്നു, ഇപ്പോൾ അവിടെ കാണാൻ തന്നെ അല്ല. വേറെ ഒരുപാട് നടന്മാരുണ്ടല്ലോ, കുറേ പേരുണ്ട്, ഞാൻ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. പല ആൾക്കാർ വന്നതും പോയതും പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല.
അവർക്കൊക്കെ ഇപ്പോൾ പണം ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പം നിലനിന്ന് പോവുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് പണത്തിൻ്റെ കാര്യത്തിലും. ഉണ്ടാക്കുന്നതൊരു കഴിവാണ്, അത് നിലനിർത്തി കൊണ്ടുപോകുന്നത് വേറൊരു കഴിവാണ്, അല്ലെങ്കിൽ അതിനെ ഗ്രോ ചെയ്യിക്കുന്നത് വേറൊരു കഴിവാണ്, അത് വേറൊരു സംഗതിയാണ്. സോ ഇമോഷൻസ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ പണത്തെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണക്കാർ വരവ് വരുന്നു, ചെലവഴിക്കുന്നു, പണം വരുന്നു, ചെലവഴിക്കുന്നു, പണം വരുന്നു, ചെലവഴിക്കുന്നു. എന്നാൽ സമ്പന്നർ അങ്ങനെയല്ല, കൂടുതൽ പണം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുക, എന്നതിന് ശേഷം സ്പെൻഡ് ചെയ്യും. അതായത് ചിലവഴിക്കുന്നത് കുറച്ചായിരിക്കുള്ളൂ. സാധാരണക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരിടുന്ന ഡ്രസ്സുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സാധാരണക്കാർക്ക് പോലും അഫോർഡബിളായിട്ട് വാങ്ങാൻ പറ്റുന്ന ഡ്രസ്സുകൾ കാര്യങ്ങളായിരിക്കും അവരിടുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ വിജയ് മല്യ പോലുള്ള ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്, ഷോ ഓഫ് കാണിക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് റിച്ച് ആയിട്ടുള്ള ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ അവരിടുന്ന പാൻ്റ് ആണെങ്കിലും ഷൂ ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും ശരി, ടീഷർട്ട് ആണെങ്കിലും ശരി, എല്ലാ സാധാരണക്കാർക്ക് പോലും ഒരു മിഡിൽ ക്ലാസ്സിന് വാങ്ങാൻ പറ്റുന്ന വിലക്കുള്ള സാധനങ്ങളെ വാങ്ങുന്നുള്ളൂ, ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പണം നിങ്ങൾ കൂടുതൽ സമ്പാദിക്കുക, അതിന് ശേഷം നിങ്ങൾ കുറച്ച് ചിലവഴിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. മറ്റുള്ളത് അങ്ങനെയല്ല. സാധാരണക്കാർ ഒരു മാസം വരുന്നു, സാലറി വരുന്നു, അത് ചിലവഴിക്കുന്നു. അടുത്ത മാസം സാലറി വരുന്നു, അത് മൊത്തം ചിലവഴിക്കുന്നു. അടുത്ത മാസം വരുന്നു, അത് പിന്നെയും ചിലവഴിക്കുന്നു. ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. മറ്റുള്ളവരങ്ങനെയല്ല, വരുന്നു 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 വരുന്നു, കുറച്ച് പോകുന്നു. ഈ രീതിയിലേക്കാണ് അവരുടെ രീതി. അവരുടെ ഒരു ചിന്തയുടെ സ്റ്റൈല് തന്നെ വേറെ രീതിയാണ്. സാധാരണക്കാരുടെ ഒരു സ്റ്റൈലിലല്ല അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ അവർ റിച്ച് ആയിട്ടിരിക്കുന്നത്. അവരെന്ത് ചെയ്യും, നല്ല നല്ല അസറ്റുകളിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ആദ്യം നല്ലോണം ഉണ്ടാക്കും, അതിനുശേഷം അത് കൊണ്ടുപോയിട്ട് നല്ല ഒരു അസറ്റിൽ കൊണ്ടുപോയിട്ട് ഇടും. ആ അസറ്റ് പിന്നെ അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ അതിൽ നിന്ന് കിട്ടുന്നത് എടുത്തിട്ട് വേറൊരു അസറ്റ് ഉണ്ടാക്കും, ആ അസറ്റിൽ കൊണ്ടുപോയിട്ട് ഇടും. അതായത് പണം ജനറേറ്റ് ചെയ്യുന്ന മറ്റൊരു അസറ്റ് അതിനകത്ത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് പിന്നെയും പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ ശേഷം വേറെ ഒരു ബിസിനസ് അവർ കൊണ്ടുപോയി സ്റ്റാർട്ട് ചെയ്യും. അതും ഒരു തരം അസറ്റ് തന്നെയാണ്, പണം ഉണ്ടാക്കി തരുന്നൊരു സാധനമാണല്ലോ. സോ അങ്ങനെ അവർ പണം ഉണ്ടാക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിന്നെ അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിന്നെ അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണക്കാരെന്ത് ചെയ്യുന്നു, പണം വരുന്നു ചിലവഴിക്കുന്നു, പണം വരുന്നു ചിലവഴിക്കുന്നു. നല്ല രീതിയിൽ അത് എടുത്തു വെക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല. എടുത്തു വെക്കുന്നത് പറഞ്ഞാൽ പിശുക്കൻ്റെ മനോഭാവമാണ്. നമ്മൾ പിശുക്കി ജീവിക്കണോ എന്നുള്ളതൊക്കെയാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതൊക്കെ ഒന്ന് മാറ്റേണ്ട സമയമായി. പിശുക്ക് അത്ര മോശപ്പെട്ട സാധനമൊന്നുമല്ല. പിശുക്ക് ജീവിക്കേണ്ട അടുത്ത് ജീവിക്കുക വേണം. ഇപ്പോൾ സിനിമാ നടൻ മധു പറഞ്ഞൊരു കാര്യമുണ്ട്. 65-70 വയസ്സിൽ എന്താ പറയുക, മൂപ്പര് മരിക്കുന്ന മൂപ്പർക്ക് ആരോ ജാതകം നോക്കി പറഞ്ഞു കൊടുത്തു അത്രേ. അതിനുശേഷം മൂപ്പര് പറയുന്നുണ്ട്, ഇപ്പോൾ 10-90 വയസ്സാവുകയും ചെയ്തു, മനുഷ്യനായിട്ട് ചാവുന്നില്ല, കയ്യിലിട്ട് പൈസയില്ല. കാരണം 70 വയസ്സിന് മുമ്പ് മരിക്കുന്ന ഉള്ള ഒരു ഇത് കേട്ടപ്പോൾ നല്ല രീതിയിൽ പണം അങ്ങ് അടിച്ച് പൊളിച്ച് ചിലവാക്കി. ഇപ്പോൾ ആൾ ഉയരോടെ ഇരിക്കുന്നുണ്ട്, ചാവുന്നുമില്ല, കയ്യിലിട്ട് ജീവിക്കാൻ പൈസയില്ല എന്ന് തമാശ രൂപേണ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിന് വേണ്ടി പണം ഉണ്ടാക്കി വെക്കണമെങ്കിൽ, എടുത്തു വെക്കണമെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ ഒരുപാട് നേരം വർക്ക് ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടാകണമെന്നില്ല. ജോലി ചെയ്യുന്നവർ ആ സ്ഥലത്ത് തന്നെ അങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. അവർ സമയം വിറ്റ് ജീവിക്കുന്നു, മറ്റുള്ളവർ വാല്യൂ വിറ്റ് ജീവിക്കുന്നു, ബിസിനസ്സുകാർ. അപ്പോൾ വാല്യൂ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങണം. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റണമെന്നില്ല. ചില ആൾക്കാർക്ക് സ്റ്റാഫായിട്ട് ജോലി ചെയ്ത് തന്നെ ജീവിക്കാനായിരിക്കും ഇഷ്ടം. ടെൻഷൻ അടിക്കാൻ വയ്യ, റിസ്ക് എടുക്കാൻ വയ്യ, മെൻ്റൽ പ്രഷർ താങ്ങാൻ വയ്യ എന്നൊക്കെ ചിന്തിക്കുന്നവർ അങ്ങനെ പോകട്ടെ. അതല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറയുന്നത്. നിങ്ങൾ വാല്യൂ കൊടുത്തുകൊണ്ട് പണം വാങ്ങിക്കാൻ നോക്ക്. ആ വാല്യൂ എന്തു വേണമെങ്കിലും ആകാം. ഇപ്പോൾ കാർ ഓടിക്കുന്ന ഒരാൾക്ക് എന്തായിരിക്കും, കാർ വിൽക്കുന്ന ഒരാൾക്ക് എന്തായിരിക്കും അവിടെ വാല്യൂ കൊടുക്കുന്നുണ്ടായിരിക്കുക, കംഫർട്ടബിൾ. വീട്ടിലൊരു അത്യാവശ്യം വന്നു, പെട്ടെന്ന് വീട്ടിലുള്ള പ്രായമുള്ള ഒരാൾക്കാരെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഒരു എമർജൻസി വന്നു. അപ്പോൾ ഒരു കാർ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലുള്ളത് നല്ലതാണെന്ന് ചിന്തിക്കുന്ന അവിടെ ഒരു കംഫർട്ടബിളാണ്. ആ ഒരു കംഫർട്ടായിരിക്കും അവിടെ വാല്യൂ. അപ്പോൾ ഒരു കാറ് വിൽക്കുന്ന ഒരാൾ അവിടെ എന്താ കൊടുക്കുന്നത്, ആ ഒരു വാല്യൂ ആണ് ആ ആൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ റിച്ച് ആയിട്ടുള്ള ഒരാൾക്ക് നല്ലൊരു വില കൂടിയ കാറ് വാങ്ങണമെന്ന് പറയുമ്പോൾ കാറ് വിൽക്കുന്ന ആൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു ലക്ഷറി, ഒരു ഫീൽ, ഒരു ഇമോഷനാണ് അവിടെ വാല്യൂ ആയിട്ട് വരുന്നത്. സെക്യൂരിറ്റി. പെട്ടെന്നൊന്നും ആക്സിഡൻ്റ് ആയാൽ നമുക്കൊന്നും പറ്റില്ല, ആ കാറ് നമ്മളെ രക്ഷിക്കും, അത്യാവശ്യം സ്ട്രോങ് ആണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു സെക്യൂരിറ്റി ആയിരിക്കും ഒരു പക്ഷേ അവിടെ സെല്ല് ചെയ്യുന്നത്. അതായിരിക്കും അവിടെ വാല്യൂ, അതിനായിരിക്കും പണം കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവിടെ ആ കാറിൻ്റെ രൂപകൽപ്പന ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ഉണ്ടാക്കുന്ന പണത്തേക്കാൾ കൂടുതൽ അത് വിറ്റ ആളുണ്ടാക്കി. അപ്പോൾ അവിടെ അയാളുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാൾ 12 മണിക്കൂറോ 14 മണിക്കൂറോ ജോലി ചെയ്യുന്നത് കൊണ്ട് അയാൾ കൂടുതൽ വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ട്? ആ സാധനം വിൽക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ വേറെയാണ്.
അത് പണിയാൻ വേണ്ടി എടുത്തപ്പോൾ ആ സ്റ്റാഫിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ആ ബിസിനസ്സുകാരൻ ആ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. കാരണം എന്താണ്, അവന് വലിയൊരു വാല്യൂ ആണ് അങ്ങോട്ട് കൊടുക്കുന്നത്, അതിനുള്ളൊരു വലിയ എമൗണ്ടാണ് തിരിച്ചു വാങ്ങുന്നത്. അതായത് ഐഫോൺ എന്ന് പറയുന്നൊരു ഫോൺ വിൽക്കുമ്പോൾ ഐഫോൺ കമ്പനി ഉണ്ടാക്കുന്ന അത്രയും പൈസ ഉണ്ടാക്കുന്നില്ല ഐഫോൺ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ. ശരിയായ രീതിയിൽ പണം നമ്മളിലേക്ക് വരുന്നത് നമ്മളൊരു വാല്യൂ കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന പ്രതിഫലമായിട്ടാണ്. അത് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ നിങ്ങളുടെ സമയം വിറ്റിട്ടല്ല കൂടുതൽ പണം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കാനും നമുക്ക് പറ്റില്ല. എത്ര മണിക്കൂർ നമുക്ക് വിൽക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ? നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉള്ളൂ. നിങ്ങളൊന്ന് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതുക, പണത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ പണത്തെക്കുറിച്ചിട്ട് ഏത് രീതിയിലാണ് കാണുന്നത്, പണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് എഴുതുക. അതിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്, എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത്, ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? കൂടുതൽ പണം ഉണ്ടാക്കാൻ ആ വിശ്വാസം നിങ്ങൾക്ക് ഗുണകരമാണോ അതോ ദോഷകരമാണോ, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അതായത് ഒരു സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടൂള്. അതായത് നമ്മളെക്കുറിച്ചിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കണം. പണം ഉണ്ടാക്കുന്നതിന് മുമ്പ് പണത്തെക്കുറിച്ചിട്ട് നമുക്കുള്ള കാഴ്ചപ്പാട് എന്താണെന്നുള്ളത്. അപ്പോൾ അവെയർനെസ് ആണ് ഒന്നാമത്തെ കാര്യം. പണം സേവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയം കൊണ്ട് ചെയ്യേണ്ടുന്ന ഒന്നാകരുത്. അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഭാവിയിൽ നിങ്ങൾക്കിപ്പോൾ ഒരു അത്യാവശ്യം വന്നു, ഒരു ആവശ്യം വന്നു, അപ്പം സ്പെൻഡ് ചെയ്യാനുള്ള ഒന്ന് മാത്രമാണ് പണം എന്നുള്ള രീതിയിലാകരുത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പാരൻസിന് നല്ല മെഡിക്കൽ കെയർ കൊടുക്കണം, നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് കെട്ടിപ്പടുക്കണം, നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, ടൈം ഫ്രീഡം വേണം, ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു വിഷനുണ്ടെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വിഷനുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ പണം ഉണ്ടാക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. ഭയമാണെങ്കിൽ ആ ഭയം പോകുന്ന സമയത്ത് നിങ്ങൾ ആ പരിപാടി നിർത്തും. അതായത് കുറച്ച് പൈസ കയ്യിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടി ഉണ്ടായിരിക്കില്ല പിന്നെ. അപ്പോൾ പിന്നെ നിങ്ങൾ പണം ഉണ്ടാക്കുന്ന ഒരു പരിപാടി അതോടുകൂടി അവസാനിപ്പിക്കും. എന്നാൽ അങ്ങനെയല്ല, നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ, ആ ഗോളിനെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും പിന്നെ നിങ്ങൾ പോകുന്നുണ്ടാവുക. ആ ലക്ഷ്യത്തിൻ്റെ പിന്നാലെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക. ഭയം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല പണം ഉണ്ടാക്കുന്നതിൻ്റെ ലക്ഷ്യം. അതല്ലാത്ത പല രീതിയിലുള്ള ഗോൾസ് നിങ്ങൾക്ക് ഉണ്ടാകണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണം. എന്നതിന് ശേഷം അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. എന്തായാലും ശരി, ആ സാധനത്തിൻ്റെ പിന്നാലെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടായിരിക്കണം, ലക്ഷ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കതിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ബുദ്ധിപരമായിട്ട് പണം കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്ന് സ്വയം നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതായത് പലപ്പോഴും അങ്ങനെയുള്ള ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് വലിയ വലിയ കടങ്ങളെടുത്ത് മനുഷ്യന്മാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായിട്ട് വലിയ വലിയ സാധനങ്ങൾ വാങ്ങി EMI അടച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലത്തെ കാര്യം എന്താണ്? ഞാൻ ബുദ്ധിപരമായിട്ടല്ല പണം ചിലവഴിച്ചത്, അല്ലെങ്കിൽ പണം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ എനിക്കറിയത്തില്ല, അത് ചിലവഴിക്കാൻ എനിക്കറിയത്തില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അല്ലേ? അങ്ങനെയല്ല, പണം ഞാൻ ബുദ്ധിപരമായിട്ടാണ് ഇനി മുതൽ കൈകാര്യം ചെയ്യുള്ളൂ, ബുദ്ധിപരമായിട്ടേ ഞാനത് ചിലവഴിക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കണം. ബുദ്ധിമോശം കാണിക്കില്ല പണത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കണം. ഇത് ദിവസവും നിങ്ങളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അതെനിക്ക് വിഷയമല്ല, ഞാൻ ബുദ്ധിപരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ലോജിക്കലി എല്ലാം കറക്റ്റാണെങ്കിൽ മാത്രമേ ചിലവഴിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ട് നിങ്ങൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിങ്ങളിപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി പണം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, ഇത് നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ളതാണോ, അത്യാവശ്യമുള്ളതാണോ? ഒരു ആവശ്യമാണെങ്കിൽ അത് നീക്കി വയ്ക്കാം, അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ അവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ട്, ആവശ്യത്തിനാണ് നിങ്ങൾ പണം ചിലവഴിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പണം ചിലവഴിച്ചിട്ടുള്ളത്? നിങ്ങൾ പണം ഉണ്ടാക്കാൻ പലതരം കാര്യങ്ങളെ ലീവറേജ് ചെയ്തിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞു, മറ്റുള്ളവരുടെ സമയം, മറ്റുള്ളവരുടെ കഴിവ്, മറ്റുള്ളവരുടെ സ്കില്ല്, മറ്റുള്ളവരുടെ നോളജ്, ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങൾ പണം ഉണ്ടാക്കാൻ എന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ഫോക്കസ് മാറി നിങ്ങൾ വേറെ ഏതോ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ? ചിന്തിക്കുക. നമ്മുടെ ലക്ഷ്യങ്ങൾക്കല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ പണം ചിലവഴിക്കുന്നത്? അത് തെറ്റാണ്, ചിന്തിക്കുക.